വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ ബജറ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ബഡ്ജറ്റ്, മലയാളത്തിൽ ബജറ്റ് എന്ന് പറയുന്നെങ്കിൽ ഇംഗ്ലീഷിലെ സ്പെല്ലിങ് തെറ്റിപ്പോകല്ലോ നിങ്ങളെ. ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. പാഠത്തിൻ്റെ പേരെന്താണ്? ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. പാഠത്തിൻ്റെ പേര് കണ്ടോ? 10ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ടെസ്റ്റ് എടുത്തോണോ നിങ്ങൾ? ഏതാണ് കണ്ടോ 10ാമത്തെ ചാപ്റ്റർ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷ് മീഡിയക്കാർ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കണേ നിങ്ങൾ. നിങ്ങളുടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഒന്ന് നോക്കണേ. അതാണ്ട് ഇവിടെ ഒരു അമ്മച്ചി, ഒരു അപ്പൂപ്പനും കണ്ടോ. ഇവിടെ 4 പേര് ഇരിപ്പുണ്ട്. നോക്കിക്കോണേ. ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം, ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം കേട്ടോ. അവർ പറയുന്നതാണ്. അപ്പം അടുത്ത ആൾ എന്താ പറയുന്നത് നോക്കുഞ്ഞില്ലേ. അടുത്തേ, മോനെ ഈ മാസവും ചെലവ് കൂടുതലാണല്ലോ, ഇനിയും പണം കടം വാങ്ങേണ്ടി വരുമോ? കണ്ടോ, ഓരോരുത്തരും പറയുന്നതാണ്. അപ്പം ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ മരുന്നിനും കറണ്ട് ബില്ല് അടയ്ക്കുന്നതിനുമുള്ള പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കാം. സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണവും തിരിച്ചു കൊടുക്കണം. അമ്മുവിന് ഉടുപ്പ് ഞാൻ വാങ്ങിക്കൊള്ളാം, ചിട്ടിയും അടയ്ക്കാം. ഓരോന്നും നോക്കണേ. ഇനിയും ഇവിടെ ഇപ്പുറത്തിരുന്നൊരാൾ, ചേട്ടാ നാളെ അമ്മുവിൻ്റെ പിറന്നാളാണ്, ഒരു ഉടുപ്പ് വാങ്ങണ്ടേ? അച്ഛൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ട്, കറണ്ട് ബില്ലും വന്നിട്ടുണ്ട്, ചിട്ടിക്ക് പണം അടയ്ക്കാനുമുണ്ട്. അതായത് എല്ലാ വീട്ടിലുമുള്ള പ്രശ്നങ്ങളാവും നിങ്ങളെ അല്ലേ. ഓരോ മാസത്തെയും എന്തെല്ലാം ചിലവുകളാണ് അല്ലേ. അതേ ഉള്ളൂ. വരവിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ്? ചിലവാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീട്ടിലെ സംഭാഷണമാണ് നമുക്ക് ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം പിടികിട്ടിയോ? അപ്പോൾ നോക്കിക്കേ, ഈ കുടുംബാംഗങ്ങളുടെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടല്ലോ. നോക്കിക്കേ, അതിൻ്റെ സെക്കൻഡ് പേജ് നോക്കൂ നിങ്ങളെ. ഈ സംഭാഷണത്തിൽ പരാമർശിക്കപ്പെടുന്ന ചിലവുകൾ എന്തെല്ലാമാണ്? ഈ സംഭാഷണത്തിൽ പരാമർശിക്കപ്പെടുന്ന ചിലവുകൾ എന്തെല്ലാമാണ്? ഇംഗ്ലീഷ് മീഡിയക്കാരും ഒക്കെ നോക്കിക്കോണേ നിങ്ങളെ. എന്തെല്ലാമാണ് ഈ സംഭാഷണത്തിൽ? എന്താ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? വാട്ട് ആർ ദ എക്സ്പെൻസസ് മെൻഷൻഡ് ഇൻ ദ കോൺവെർസേഷൻ? നോക്കിക്കോണേ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ നോക്കിക്കേ. എന്തൊക്കെയായിരിക്കും? അവർക്ക് എന്താ ഇലക്ട്രിസിറ്റി ബില്ലുകളെ കുറിച്ച്, ലോൺ റീപേയ്മെൻറ്റിനെ കുറിച്ച്, ബൈ മെഡിസിൻ വാങ്ങിയതിനെ കുറിച്ച് അവരെന്തൊക്കെയാണ് പറഞ്ഞത് അല്ലേ. പേയിങ് ഓഫ് ഡെപ്റ്റ്, കടം വാങ്ങിച്ചതിനെ കുറിച്ചും ഒക്കെയാണ് അവർ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളം മീഡിയക്കാരെന്താ? കടം വീട്ടണം, ചിട്ടിക്ക് പണം കൊടുക്കണം, കറണ്ട് ബില്ലടയ്ക്കണം, മരുന്ന് മേടിക്കണം. അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും അവരെന്തെല്ലാം ചിലവുകൾ ഉണ്ടെന്നാണ് കേട്ടോ. അത് എഴുതിയെടുത്തോണേ കേട്ടോ. ഒന്നുകൂടെ പറയണോ ഞങ്ങളെ? അതായത് അവരെന്തൊക്കെ സംഭാഷണത്തിൽ എന്തൊക്കെ ചിലവുകളാണെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് കടം വീട്ടണം കേട്ടോ, കറണ്ട് ബില്ലടയ്ക്കണം, ചിട്ടിക്കുള്ള പണം കൊടുക്കണം, മരുന്നിന് വേണം കേട്ടോ. അത് ഇംഗ്ലീഷ് മീഡിയക്കാരത് എങ്ങനെ പറയും? പേയിങ് ഓഫ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ കടമാണ് കേട്ടോ. DEBT ഡെപ്റ്റ് കേട്ടോ. പിന്നെ ലോണിൻ്റെ റീപേയ്മെൻ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്. അതൊക്കെ നോക്കണേ. ഇനി എന്തൊക്കെ ചിലവുകൾക്കാണ് നിത്യജീവിതത്തിൽ നാം പണം വിനിയോഗിക്കുന്നത്? നമുക്ക് അവിടെ മുതലാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയേക്കുന്നത്. എന്തൊക്കെ ചിലവുകൾക്കാണ് നിത്യജീവിതത്തിൽ പണം ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാവും നിങ്ങളെ? വിച്ച് ആർ ദ നീഡ്സ് ഇൻ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി? എന്തൊക്കെ നമ്മൾ ചിലവഴിക്കുന്നത്? ഫുഡ്, ആഹാരത്തിന്, ഡ്രസ്സ്, വസ്ത്രം മേടിക്കാൻ, ഹെൽത്ത്, ആരോഗ്യത്തിന് അല്ലേ, മരുന്ന്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ആഴ്ച ഒരിക്കലും ഒരു പനിയെങ്കിലും നമുക്കുണ്ടാകും അല്ലേ. അപ്പോൾ അതിന് ലോൺ പേയ്മെൻറ്റ് അല്ലേ. ഇപ്പം ലോണില്ലാത്ത ആരുമില്ല, എന്തെങ്കിലുമൊക്കെ ലോൺ കാണും. വായ്പ, അതിൻ്റെ തിരിച്ചടവ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റുകൾ, ആകസ്മികമായി ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അല്ലേ. അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന്. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ വല്ലതും ആണോ? എന്തൊക്കെ ചിലവുകൾക്കാണ് നമ്മൾ നിത്യജീവിതത്തിൽ പണം കാണുന്നതെന്നുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു 3 പേര് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചോദ്യം കുടുംബ ചെലവ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം കുടുംബത്തിൻ്റെ ചിലവിനെ കുറിച്ചാണ് ആണല്ലോ. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും അതായത് ഫുഡ് കൺസംഷൻ, ഭക്ഷ്യേതര ഉപഭോഗത്തിനും അതായത് നോൺ ഫുഡ് കൺസംഷൻ ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. കുടുംബത്തിൻ്റെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട്
കുടുംബ ചിലവുകൾ എങ്ങനെ തരംതിരിക്കാം? നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ കുടുംബ ചിലവുകളെ കുറിച്ചാണ്. ചിലവല്ല, ചെലവ് തന്നെയാണ് കേട്ടോ. കുടുംബ ചെലവ് എങ്ങനെയൊക്കെയാണ്? കുടുംബ ചെലവ് നോക്കി 2 വിധമുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പ്രതീക്ഷിത ചെലവ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതാ. ഇപ്പം പാലുകാരൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എല്ലാ മാസവും പാല് മേടിച്ചാൽ അതിന് പൈസ കൊടുക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പത്രം വരുത്തുന്നതിൻ്റെ കേബിളുകാർക്ക് കൊടുക്കണം അല്ലേ? പിന്നെ ഫോണ് എല്ലാ മാസവും 28 ഓരോ മാസത്തെ അത് കറക്റ്റായിട്ട് നമുക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ്. അതാണ് ഇവിടെ സമം. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത. ചോദ്യത്തിൽ തന്നെ ആ ഉത്തരവുണ്ട് അല്ലേ? നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത ചെലവ്. അത് പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ്. അതായത് ആഹാരം, വൈദ്യുതി ബില്ല് എന്നിവ ഇതിനകത്തുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അപ്രതീക്ഷിതം നമ്മൾ ഓർക്കാപ്പുറത്ത്. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചിലവുകൾ. കാരണം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലേ, അല്ലെങ്കിൽ ആരുടെയും കല്യാണം വന്ന് നമ്മളോട് പറയുന്നത്, പാലുകാച്ചി വന്ന് പറയുന്നത് അല്ലേ, അതൊക്കെ ഉണ്ടാവും നിങ്ങളെ നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഉള്ളത് എന്താ, ഓർക്കാപ്പുറത്തായിരിക്കും ചില മാസങ്ങളിൽ കയറി വരുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായ ചിലവുകളാണ്. മനസ്സിലായോ? പിന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് മുൻകൂട്ടി പറഞ്ഞിട്ടാണോ, ഞാൻ അടുത്ത ബുധനാഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങളെ പ്രകൃതിക്ഷോഭം വരുന്നത്? അല്ല, രോഗങ്ങൾ ഇതെല്ലാം ഓർക്കാപ്പുറത്തുണ്ടാകുന്നതാണ്. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ, ഫാമിലി എക്സ്പെൻഡിച്ചർ എന്നാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഓർത്തോണേ, ചിലവെന്നാണ്. ചെലവ് കേട്ടോ. എക്സ്പെൻഡിച്ചർ ചെലവ്. അപ്പോൾ നോക്കിയേ, ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസംഷൻ ആൻഡ് നോൺ ഫുഡ് കൺസംഷൻസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഈസ് കാൾഡ് ദ ഫാമിലി എക്സ്പെൻഡിച്ചർ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതണേ. മലയാളംകാരെന്താ, ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. ഫാമിലി എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 അല്ലേ. നമ്മുടെ കുടുംബ ചെലവുകളെ നമ്മൾ 2 ആയിട്ട് തിരിക്കാം. ഒന്ന് പ്രതീക്ഷിത ചെലവ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. അത് പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കുന്നു. ഉദാഹരണം ആഹാരം, വൈദ്യുത ബില്ല്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, ടെസ്റ്റിൽ ഇതെല്ലാം തന്നിട്ടുണ്ടോ നിങ്ങളെ? ഓക്കെ. രണ്ടാമത്തത് അപ്രതീക്ഷിത ചെലവ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, അൺഎക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല അങ്ങനെ ഒരു ചെലവ് വരുമെന്ന്. അതെന്താ, നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചെലവ്. അതായത് രോഗവും പ്രകൃതിക്ഷോഭവും ഒക്കെ അല്ലേ. പ്രകൃതിക്ഷോഭം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ, നമ്മൾ മുൻകൂട്ടി ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ഇനി അപ്പോൾ നമ്മൾ കുടുംബ ചെലവുകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ആ പേജിനകത്തിൽ അത്രയേ ഉള്ളൂ കേട്ടോ, കുടുംബ ചെലവുകൾ. അപ്പോൾ ഇനി അടുത്ത് നോക്കിയോ, 2 ബോക്സിനകത്തിൽ എന്താണ് ബോക്സ്, പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവുകളും ഏതൊക്കെയാണ്? എന്താ ഞങ്ങളെ, പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവുകളും എന്തെല്ലാമാണ്? അത് ഞാൻ നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി ക്യാനോട്ട് ഫിക്സ് എ അഡ്വാൻസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ആൻഡ് വിച്ച് ഒക്കേഴ്സ് ആക്സിഡൻ്റലി ഈസ് ഫോംഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെ അപ്രതീക്ഷിത ചെലവുകളാണ്. നമ്മൾ മേളിൽ മലയാളം ഇന്ത്യ ഉണ്ട് കേട്ടോ. എക്സ്പെൻഡിച്ചറും എന്ന് വെച്ചാൽ എന്താ, ചിലവുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, എക്സ്പെക്ട് ചെയ്തിരിക്കുക ആണല്ലോ എന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓരോ മാസവും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഏതെങ്കിലും വീട്ടിൽ നിന്നും പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ മാസം നമ്മൾ കൊടുക്കണം. 30ാമത്തെ ദിവസം അതിൻ്റെ പൈസ കൊടുക്കണമെന്ന് നമുക്കറിയാം. നമ്മൾ പത്രം വരുത്തുന്നുണ്ട്, 30ാമത്തെ ദിവസം അതിൻ്റെ പൈസ കൊടുക്കണമെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ആണല്ലോ. പിന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ എല്ലാ മാസവും ഫോണിൽ റീചാർജ് ചെയ്യുന്നു, അതും നമ്മൾ 28ാം തീയതി നമുക്ക് ചെയ്യണമെന്ന്, അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് അതാ ഇപ്പം അടയ്ക്കണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ഓർക്കാപ്പുറത്ത്, അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ. അതാണ് എന്താ, രോഗങ്ങൾ ഉണ്ടാകുക, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടാകുന്നത് വിളിച്ചു പറഞ്ഞിട്ട് വല്ലതും ആണോ? അല്ല. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഓക്കെ ആണോ? ഇനി 4ാമത്തെ ചോദ്യം, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അപ്രതീക്ഷിത ചെലവുകളും കേട്ടോ. പ്രതീക്ഷിച്ച ചെലവുകളും അൺഎക്സ്പെക്റ്റഡ്, അതാണ് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ആവും നിങ്ങൾ ഇത്. ഇപ്പം റൈസ്, ന്യൂസ് പേപ്പർ, ഫോൺ ബില്ല്, ട്രാവൽ, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ലോൺ പേയ്മെൻറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അരി മേടിക്കുക, പത്രം, ഫോൺ ബില്ല്, യാത്ര ചെയ്യുക, വിനോദം, വായ്പ തിരിച്ചടവ്, ഇതെല്ലാം നമുക്ക് മാസം അടയ്ക്കേണ്ടതാണെന്ന് നമുക്കറിയാം അല്ലേ. അരി സാധനങ്ങളും ഒക്കെ എടുക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അരിന്ന് മാത്രം കൊടുത്തു വെച്ചാൽ നമുക്കെന്താ, ആഹാരം അല്ലേ, പത്രം ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ വരുത്തുമ്പോൾ ഫോൺ ബില്ല്, യാത്ര ചെയ്യുന്നത്, വിനോദം. യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നത്. നമ്മളിപ്പം 30 ദിവസം ഒരിടത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന വണ്ടിക്കൂലിയൊക്കെ കറക്റ്റ് വേണം അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഓർക്കാപ്പുറത്തുള്ളതാണ് രോഗങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞ രോഗങ്ങൾ, എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ മരണങ്ങളോ മഹാമാരികളോ ഒക്കെ വരുന്നത്
ഓക്കെയാണോ? എപ്പിഡമിക് എന്ന് വെച്ചാൽ മഹാമാരി എന്നാണ് ഓർത്തോണേ നിങ്ങളെ. എപ്പിഡമിക് കേട്ടോ, ഡിസീസ്, ആക്സിഡൻറ്റ്, ഡെത്ത്, എപ്പിഡമിക്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഒന്ന് ഓർത്തോണേ, എപ്പിഡമിക് എന്ന് വെച്ചാൽ മഹാമാരി. ഓക്കെയാണോ? 4 അഞ്ചാമത്തത്, എന്താണ് കുടുംബ വരുമാനം എന്ന് വെച്ചാൽ എന്താണ് ഫാമിലി ഇൻകം അല്ലെങ്കിൽ കുടുംബ വരുമാനം എന്താണ്? ഇവിടെയൊക്കെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നുണ്ടോ നിങ്ങളെ? ഒരാൾ തയ്ക്കുന്നു അല്ലേ, പിന്നെ ഇത് പോസ്റ്റ്മാനാണെന്ന് തോന്നുന്നു, ഇത് കൃഷിക്കാരനാണ്, ഇത് ടീച്ചറാണ്, ഇത് എന്തോ കുട്ടി പഠിക്കുക സ്കൂളാണല്ലേ. ഓക്കെ, ഇവിടെ ഓരോ പല പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ വെച്ച് നമുക്ക് നോക്കിക്കേ. നിഖിലിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തന മേഖലകളാണ് നമ്മുടെ ചിത്രത്തിൽ കണ്ടത്. നിഖിലിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുന്ന വിവിധ എന്ന് വെച്ചാൽ നിഖിലിൻ്റെ വീട്ടിലെ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലുകളിൽ ഏർപ്പെടുന്നതും അല്ലാത്തവരുമുണ്ട്. ഇതിൽ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും അല്ലാത്തവരുമുണ്ട്. അവർ ആരൊക്കെയാണെന്ന്. നിഖിൽ ഒരു വിദ്യാർത്ഥിയാണ്, അച്ഛനൊരു തയ്യൽ കടയാണ് അല്ലേ, അമ്മ സെയിൽസ് വുമണാണ്, അമ്മ എന്താ ഒരു സെയിൽസ് വുമണാണ്. പിന്നെ മുത്തച്ഛൻ കൃഷിയാണ്, മുത്തശ്ശി പെൻഷൻ പറ്റിയതാണെന്നാണ് പറയല്ലേ, പെൻഷനാണ്. അപ്പോൾ ഇതിനകത്തിൽ ഇവർക്കൊക്കെ വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നിഖിലൊരു വിദ്യാർത്ഥിനിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ നിങ്ങളെ? വരുമാനം വല്ലതും കിട്ടുന്നുണ്ടോ നമുക്ക്? ഇല്ല, വിദ്യാർത്ഥിനികൾക്ക് വരുമാനമൊന്നും കിട്ടില്ല. അച്ഛൻ തയ്യലാണ് അല്ലേ, തയ്യൽ ചെയ്യുന്ന ആൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, എന്തെങ്കിലും തയ്ച്ചു കൊടുത്താൽ അതിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അമ്മ ഒരു സെയിൽസ് വുമണാണ്, അപ്പോൾ അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട് അല്ലേ. മുത്തച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്താൽ നല്ല രീതിയിൽ ചെയ്താൽ അവർക്കും പൈസ കിട്ടുന്നുണ്ട്. മുത്തശ്ശിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതും കിട്ടുന്നുണ്ട്. ഇതിലിപ്പം വരുമാനം കിട്ടാത്ത നമ്മുടെ വിദ്യാർത്ഥിക്ക് മാത്രമേ ഉള്ളൂ, നിഖിലിന് മാത്രമേ ഉള്ളൂ കിട്ടാത്തത്. ഓക്കെയാണോ? ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിൻ്റെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഞങ്ങളെ അടുത്തത് കുടുംബ ബഡ്ജറ്റ് അല്ലേ. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവുകളും കുടുംബ ബഡ്ജറ്റാണ് അല്ലേ. അപ്പം ഫാമിലി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ ഈ ടെസ്റ്റും ക്വസ്റ്റ്യൻ ആൻസറും കൂടെ പറയുന്നതുകൊണ്ട് ഒരു ഇച്ചിരി ഇതായി പോകുന്നെങ്കിൽ നിങ്ങൾ ആ നമ്പർ അനുസരിച്ച് തന്നെ എഴുതണേ നിങ്ങൾ കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് കുടുംബ ബഡ്ജറ്റാണ്. കുടുംബ ബഡ്ജറ്റ് നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചിലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബഡ്ജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബഡ്ജറ്റ് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബഡ്ജറ്റുകൾ തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിലെ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വാരി വലിച്ച് പഠിക്കേണ്ട എന്താണ് ഈ കുടുംബ ബഡ്ജറ്റ് എന്ന് പഠിക്കണം അല്ലേ. ഫാമിലി ബഡ്ജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻസ് ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചിലവും എന്ന് വെച്ചാൽ ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ, വരുമാനമാണ്. എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ചിലവ് അല്ലേ. ഇത് ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖയാണ് കുടുംബ ബഡ്ജറ്റ്. ഓക്കെ ആണോ? ഈ കുടുംബ ബഡ്ജറ്റുകൾ സുസ്ഥിരമാകുന്നത് എപ്പോഴാണ്? വെൻ ദ ഫാമിലി ഇൻകം ബിക്കം സ്റ്റേബിൾ. ഇത് എപ്പോഴാവും നിങ്ങളെ സ്ഥിരമായി നല്ല ഒരേ രീതിയിൽ നിൽക്കുന്നത് എപ്പോഴാണ്? ദ ഫാമിലി ഇൻകം ബിക്കം സ്റ്റേബിൾ വെൻ ദ ഇൻകം ഈസ് മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ ഓർ വെൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. നമുക്ക് ഒന്നുകിൽ വരവ് ചെലവിനേക്കാൾ കൂടുതലാകുകയോ ഇൻകം വരവ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് വരവ് ചെലവിനേക്കാൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ വരവും ചിലവും തുല്യമാകുകയോ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കുടുംബ ബഡ്ജറ്റ് സുസ്ഥിരമാകുന്നത്. ഇത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം കേട്ടോ. ഇത് കണ്ടിട്ട് നിസ്സാരമായിട്ട് വിചാരിക്കല്ലേ. നമുക്ക് കിട്ടുന്ന ദ ഫാമിലി ഇൻകം ബിക്കം സ്റ്റേബിൾ ആണ് വെൻ ദ ഇൻകം ഈസ് മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ. നമ്മുടെ വരവ് ചിലവിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ. വരവും ചിലവും അല്ലെങ്കിൽ തുല്യമാകുകയോ ചെയ്യുമ്പോഴാണ് ഒരു കുടുംബ ബഡ്ജറ്റ് സുസ്ഥിരമാകുന്നത്. ഓക്കെ ആണോ? 7 ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത 8ാമത്തത് കുടുംബത്തിലെ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? കുടുംബത്തിലെ ബഡ്ജറ്റിനെ എങ്ങനെയെല്ലാം
അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് എത്താൻ വൈകി, വിലയിലും ചെറിയ വർധനമുണ്ട്. ഗ്യാസുകാരൻ കണ്ടോ ഗ്യാസ് കുറ്റിയും കൊണ്ട് വന്നിരിക്കുക. ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച ആയല്ലോ. അമ്മച്ചി പറയുന്നുണ്ട്, ഇത് ഞാൻ ഗ്യാസ് കുറ്റി ഇത് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി ഇല്ലയോ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ വില വർദ്ധിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യൂല്ലേ? ഇവിടെ ജീവിതത്തിന്റെ രണ്ടറ്റവും ഒന്ന് കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കണേ, നിങ്ങൾ ആ എഴുതി വെച്ചേക്കുന്നതൊക്കെ എന്തുവാന്ന്. ഇനി അപ്രതീക്ഷിത വിലവർദ്ധനവ് എങ്ങനെയാണ് കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്നതെന്ന് മുകളിൽ നൽകിയിരിക്കുന്ന സംഭാഷണത്തിൽ നിന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന മറ്റെന്തെല്ലാം ഘടകങ്ങളാണെന്ന് കണ്ടുപിടിക്കുക. നോക്കിക്കേ, കുടുംബ ബഡ്ജറ്റിലെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് നോക്കിയേ. ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റഡ് ഫാമിലി ബഡ്ജറ്റ്: നാച്ചുറൽ കലാമിറ്റീസ്, എപ്പിഡമിക്. മുമ്പ് ഞാൻ പറഞ്ഞു എപ്പിഡമിക് എന്ന് വെച്ചാൽ മഹാമാരി എന്നാണ്. എന്തു ഈ മഹാമാരി എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇപ്പം നമ്മൾ കോവിഡ് അല്ലേ, കോവിഡ് വന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ പോക്സ് അങ്ങനെയൊക്കെ വരുന്ന മഹാമാരികൾ. ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി ബില്ല്, വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നു. വാർ എന്ന് വെച്ചാൽ യുദ്ധം. ഇതൊക്കെ എന്താണ് ഫാമിലിയെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി? എങ്ങനെയായിരിക്കും നിങ്ങളെ? ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി? കുടുംബച്ചെലവ് എങ്ങനെയെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും? എങ്ങനെയെല്ലാം കുറയ്ക്കാം? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കുടുംബ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന മറ്റെന്തെല്ലാം ഘടകങ്ങളുണ്ട് കേട്ടോ. കുടുംബ ചെലവ് എങ്ങനെയെല്ലാം നമുക്ക് കുറയ്ക്കാം? ഇങ്ങനൊരു ചോദ്യം കണ്ടോ. ഇങ്ങനെയെല്ലാമാണ് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. യൂസ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ഫോർ ഫുഡ്, പ്രാദേശിക ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക. കൾട്ടിവേറ്റ് യുവർ ഓൺ ഫുഡ് റിസോഴ്സസ്, ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക. യൂസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് ഫെയർ പ്രൈസ് സെയിൽ കൗണ്ടേഴ്സ് ടു ദ മാക്സിമം എക്സ്റ്റെൻഡ് പോസിബിൾ, പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ 3 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. കുടുംബ ചെലവ് എങ്ങനെയെല്ലാം നമുക്ക് കുറയ്ക്കാവുന്ന. റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് 3 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തത് പേജ് നമ്പർ 157. ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ബഡ്ജറ്റിൻ്റെ മാതൃകയാവും നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ആകെ വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, 9,500 രൂപ കൂലി, ശമ്പളം, പെൻഷൻ ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് വരുന്ന ചിലവുകൾ നോക്കി, ഇത് വരവ് മാത്രമാണിത്. ഇൻകം, ഇതെന്താ എക്സ്പെൻഡിച്ചർ. ഇൻകവും എക്സ്പെൻഡിച്ചറും. ഇത് ഞാൻ BCom ആയിരുന്നു കുഞ്ഞുങ്ങളെ. BComന് നമ്മുടെ പഠിക്കാനുള്ള കേട്ടോ ഇൻകവും എക്സ്പെൻഡിച്ചറും ഒക്കെ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നോക്കിയേ, ആകെ 24,800 രൂപയായിരുന്നു അവർക്ക് എന്താ ഇൻകം, വരവ് അല്ലേ. ചിലവ് നോക്കിയേ 25,700 രൂപയാണ് ചിലവായത് കണ്ടോ. അപ്പോൾ അവർക്ക് എത്ര, ഒരു 900 രൂപ എന്താണ് അവർക്ക് എന്തുമായിരിക്കും നിങ്ങളെ നഷ്ടമാണ് വന്നത് കേട്ടോ. കമ്മി എന്നൊക്കെ എടുത്തേക്കുന്നുണ്ടോ, കമ്മി എന്നുണ്ടോ നിങ്ങളെ. അവിടെ എന്താ അവർക്ക് ഇവർക്ക് ആകെ 24,800 രൂപയായിരുന്നു ഇല്ലേ. അപ്പോൾ അവർക്ക് എന്താ 24,800 രൂപയായിരുന്നു വരവ്, ഇൻകം. ചെലവ് എത്ര, 25,700 രൂപയാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഡെഫിസിറ്റ് എന്നാണ് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താ നിങ്ങളെ ഡെഫിസിറ്റ് കേട്ടോ. DEFICIT ഡെഫിസിറ്റ്, കമ്മി എന്നാണ് അതിന് പറയുന്നത്. കാരണം അവർക്ക് എന്താ ഇത്രയും കൂടെ വേണം ഇനി അവർക്കല്ലേ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഈ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ത്? ഈ കുടുംബ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ ദ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ കമ്മി ബഡ്ജറ്റ് ആയിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. പേജ് നമ്പർ 157 ആ പിക്ചറിൻ്റെ ഒന്നാമത്തെ ഈ ഒരു ചോദ്യം പറഞ്ഞോളൂ. ഈ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത കമ്മിയായിരുന്നു എന്ന് വെച്ചാൽ ഡെഫിസിറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഓർത്തോണം. ഇനി രണ്ടാമത്തത്, ഈ കുടുംബ ബഡ്ജറ്റിനെ ഒരു മിച്ച ബഡ്ജറ്റാക്കി മാറ്റുവാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? മിച്ചമായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ? കുടുംബത്തിൻ്റെ ചിലവ് കുറയ്ക്കുക, റെഡ്യൂസ് ദ ഫാമിലി എക്സ്പെൻസസ്, വരുമാനത്തിൻ്റെ സ്രോതസ് വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ദ സോഴ്സസ് ഓഫ് ഇൻകം, അവോയ്ഡ് ലക്ഷറി, ആഡംബരങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കുക, യൂസ് മണി ഒൺലി വെൻ നീഡഡ്, ആവശ്യത്തിന് മാത്രം പണം ചിലവഴിക്കുക. ഇത് വല്ലതൊക്കെ നടക്കുന്നതാണോ? എന്നാലും അത് പറയുക അല്ലേ. എങ്ങനെയൊക്കെയാണ് നമുക്ക് വീട്ടിലെ ചിലവ് ചുരുക്കാൻ പറ്റുന്നത്? കുടുംബത്തിൻ്റെ ചിലവ് കുറയ്ക്കുക അല്ലേ. കുടുംബത്തിൻ്റെ ചിലവുകൾ, ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ കുറയ്ക്കുക, വരുമാനത്തിൻ്റെ സ്രോതസ് വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ദ സോഴ്സസ് ഓഫ് ഇൻകം, ലക്ഷറി, ആഡംബരങ്ങൾ, ലക്ഷറീസ് എന്ന് വെച്ചാൽ ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, യൂസ് മണി ഓൺലി വെൻ നീഡഡ്, ആവശ്യത്തിന് മാത്രം പണം ചിലവഴിക്കുക. പ്രധാനപ്പെട്ട 4 പോയിന്റാവും നിങ്ങൾ അതിൽ എഴുതിയിട്ടേക്കുന്ന. ചോദ്യം മനസ്സിലായോ? നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയും നമുക്ക് എങ്ങനെ മിച്ചം വെക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സാധാരണ വീട്ടമ്മമാർക്കെല്ലാം ഇത് അറിയാവുന്ന കാര്യം അല്ലേ. അപ്പോൾ കുടുംബ ബഡ്ജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഇനി അടുത്ത നമ്മളെന്താ, ഈ കുടുംബ ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം, ഓരോ
കുടുംബക്ക് ബഡ്ജറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഇല്ലേ? ബഡ്ജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം നോക്കുക. റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം, അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം, ദ മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ 3 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ 3 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. കുടുംബ ബഡ്ജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മലയാളം മീഡിയക്കാർ വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചിലവുകൾ അവർ ക്രമീകരിക്കുന്നു, അധിക ചിലവ് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ പേജ് നമ്പർ 157 അത്രയും കാര്യങ്ങളാണ്. 158 നോക്കിയ ഒരു പൊതു ചെലവ് കൊടുത്തിട്ടുണ്ട്. പൊതുവായിട്ട് ചിലവെന്ന് വെച്ചാൽ എന്താ നോക്കിയ ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു കണ്ടോ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു, ജൽജീവൻ പദ്ധതി മിഷൻ പദ്ധതി കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട് പണത്തിനകത്തിൽ കണ്ടോ. ഇതൊക്കെ എന്താണ്? പൊതു ചെലവുകളാണ്. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താതല കെട്ടുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങൾക്കാണ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ നിങ്ങളെ ശമ്പളം, പലിശ, പ്രതിരോധ ചിലവുകൾ, ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയവ കണ്ടോ നിങ്ങളെ. പൊതു ചിലവുകൾ എന്നാൽ എന്ത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലേ, പൊതു ചെലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതു ചെലവുകൾ. അടുത്തത് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ബൈ സ്പെൻഡിങ് ഗവൺമെൻറ് മണി. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സർക്കാർ ധനം ചെലവഴിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന്. ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ, എന്തൊക്കെയാ? ഹെൽത്ത് അല്ലേ, ആരോഗ്യത്തിന്, ഡിഫൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതിരോധ ചിലവ് അല്ലേ. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എയർപോർട്ട്, വിമാനത്താവള നിർമ്മാണത്തിന്, എനർജി ജനറേഷൻ, ഊർജ്ജോൽപാദനം, കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ടുകൾ, പോർട്ട് മീൻസ് തുറമുഖങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് കേട്ടോ. ഇനിയും വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചിലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ടെസ്റ്റിൽ തന്നെ എല്ലാം കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. പിന്നെ ഏതൊക്കെയാ ക്വസ്റ്റ്യൻ? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിപ്പിക്കും. അടുത്ത വികസനേതര, അതിനെക്കുറിച്ച് നമുക്ക് അടുത്തതില്ല. അപ്പോൾ പൊതുചെലവുകളെ എത്രയായി തിരിക്കുന്നു എന്നും കൂടെ അറിഞ്ഞോ? പൊതുചെലവുകൾ അല്ലേ, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണമാണ്. ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറും. വികസന ചിലവുകളും വികസനേതര ചിലവുകളും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം ഞാനിപ്പോൾ 14 ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. വാരി വലിച്ച് നോട്ടുകൾ ഞാൻ തരുന്നില്ല കുഞ്ഞുങ്ങളെ, കുറേശ്ശെ നോട്ട് തരാം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അതല്ലേ അല്ലേ? അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പറ, ടീച്ചറെ ആ 14 എണ്ണം പഠിച്ചു, എന്നെ ഞങ്ങളെ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പഠിപ്പിക്കാം കേട്ടോ. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറ കുഞ്ഞുങ്ങളെ. ഒന്നുകിൽ അത് ആ ഭാഗം മനസ്സിലായില്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇതിൻ്റെ എല്ലാം ഞാൻ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ഡിഫൻസ് അല്ലേ? ഡിഫൻസ് എന്ന് വെച്ചാൽ പ്രതിരോധനം അല്ലേ. കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട് എന്ന് വെച്ചാൽ തുറമുഖമാണ്. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നിർമ്മിക്കുകയാണ് അല്ലേ. അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണേ. എന്തായാലും കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.